നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പറ വല്യേച്ചി, എന്തിനാ വേണ്ടൂട്ടാ കാണാൻ വന്നത്? പറ, എന്തെങ്കിലും കുഴപ്പമാണോ അവിടെ? കുഴപ്പമാണോ എന്ന് ചോദിച്ചാ പ്രത്യക്ഷത്തിലല്ല, പക്ഷേ അതില് വലിയൊരു കുഴപ്പമുണ്ട്. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അത് തൃപ്പങ്ങോട്ടെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പൗർണമി ഉത്സവത്തിന് അങ്ങോട്ട് ചെല്ലണമെന്നാ വേണുവേട്ടൻ പറയുന്നത്. ഞാൻ തന്നെ പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തണമെന്നും നിർബന്ധം പറയുന്നു. എന്നിട്ട് ചേച്ചി എന്ത് തീരുമാനിച്ചു? തൃപ്പങ്ങോട്ടേക്ക് പോണോന്നാണോ വേണ്ടെന്നാണോ? ഞാൻ എങ്ങനെ അവിടെ ചെല്ലും മോളെ? ഇപ്പോഴും പകയുള്ള പാമ്പ് പോലെ മേഘനാഥൻ ജീവിച്ചിരിക്കുന്ന മണ്ണാ അത്. അവിടേക്ക് എന്ത് പേരും എന്ത് മുഖവും വെച്ച് ചെല്ലും ഞാൻ. ഇത്രയും നാള് ഒളിച്ച് ജീവിച്ചത് എന്തിനാണെന്ന് നിനക്കും അറിയാത്തതൊന്നും അല്ലല്ലോ, ആണോ? അറിയാം, സമ്മതിക്കുന്നു. പക്ഷേ ഉടവാൾ പൂജ നടത്തുക എന്ന് പറയുമ്പോ അത് തൃപ്പങ്ങോട്ടെ പെൺമക്കൾ തന്നെ ചെയ്യേണ്ടതല്ലേ? സുഭദ്രിച്ചു പോയി, ഇനി രാധചേച്ചി തന്നെയല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. നമ്മൾ മക്കളിൽ ആർക്കെങ്കിലും അല്ലാതെ മറ്റാർക്കെങ്കിലും ആ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നുവെച്ചാ കുഞ്ഞോൾ എന്താ ഈ പറയുന്നേ? ഞാൻ വീണ്ടും തൃപ്പങ്ങോട്ടേക്ക് തിരിച്ചു ചെല്ലണമെന്നാണോ? മേഘനാഥൻ തൃപ്പങ്ങോട്ടുണ്ടെന്നതാണ് വല്യേച്ചിയുടെ ഭയം. യഥാർത്ഥത്തിൽ അയാൾ ഈ നാട്ടിലാ ഉള്ളത്. നാഥൻ സാർ എന്ന പേരിൽ ശരിക്കും ഈ മണ്ണിലാണ് വല്യേച്ചി സുരക്ഷിതയല്ലാത്തത്. പറ മോളെ, എന്താ നിന്റെ മനസ്സില്? തുറന്നു പറ നീ. ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോണോന്നാണ് എന്റെ അഭിപ്രായം. പോയാൽ മാത്രം പോരാ, പൂർണ്ണകുംഭ പ്രദക്ഷിണവും ഉടവാൾ പൂജയും നടത്തുകയും വേണം, പാരമ്പര്യ രീതിയിൽ തന്നെ. കാരണം നമ്മൾ എല്ലാവരും ഭയക്കുന്ന മേഘനാഥൻ ഇപ്പൊ തൃപ്പങ്ങോട്ടില്ല, ഉള്ളത് ഈ നാട്ടിലാ. ഈ നാട്ടിലോ? ഈ നാട്ടിലെവിടെ? നീ കണ്ടിട്ടുണ്ടോ അയാളെ? കണ്ടെങ്കിൽ എപ്പോ? ഡീ, ചോദിച്ചത് കേട്ടില്ലേ നീ? മേഘനാഥൻ തൃപ്പങ്ങോട്ടില്ലെന്ന് നിനക്കെങ്ങനെ അറിയാമെന്ന്? പറ കുഞ്ഞോളെ. അന്ന് അമ്പലത്തിൽ കണ്ടതല്ലാതെ പിന്നീട് എപ്പോഴെങ്കിലും നീ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും വെച്ച്? തുറന്നു പറയേ, കേൾക്കട്ടെ ഞാൻ. തൊട്ടു തൊട്ടില്ല എന്ന മട്ടില് വല്യേച്ചി കാണാതെ പോയ നാഥൻ സാറാണ് മേഘനാഥൻ എന്ന് തുറന്നു പറയണോ? ഇപ്പോ പലവട്ടം ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് പറയണോ? പറ മോളെ, നീ മേഘനാഥനെ വീണ്ടും കണ്ടിട്ടുണ്ടോ? എന്താ ഈ ആലോചിക്കുന്നത്? കണ്ടെങ്കിൽ തുറന്നു പറ നീ. ഇല്ല, കണ്ടിട്ടില്ല. ഹോ, ഞാനോർത്തു നീ വീണ്ടും അയാളെ. അന്ന് അമ്പലത്തിൽ വെച്ച് വല്യേച്ചി കണ്ടതല്ലേ? എനിക്ക് തോന്നുന്നത് അയാൾ ഇവിടെ തന്നെ ഇപ്പോഴും കാണുന്നാ. അപ്പൊ പിന്നെ എന്തുകൊണ്ടും വല്യേച്ചി തൃപ്പങ്ങോട്ടേക്ക് പോകുന്നതല്ലേ നല്ലത്? വല്യേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഞാൻ അങ്ങോട്ട് ചെന്നൂന്നറിഞ്ഞ അയാള് വരും മോളെ. മുറിവേറ്റ മൃഗത്തിന്റെ രക്തഗന്ധമേറ്റ് വേട്ടനായെ പോലെ അയാള് വരും, എനിക്കുറപ്പാ. അഞ്ജലി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.